അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്തെന്നറിയുമോ? അല്ലാഹുവേ, സ്നേഹമുള്ള സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കലാണ്, ഒരു സാലിഹായ ഭർത്താവിനെ ലഭിക്കലാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് അതാ തിരിഞ്ഞിരുന്നിട്ട് ചെയ്യുന്ന ഒരു ദുആയുണ്ട്. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പള്ളിയിലെ ഖതീബ് നിസ്കാരപ്പായിൽ നിന്ന് ദുആ ചെയ്യുമ്പോ നമ്മളിൽ പലർക്കും അത് ആമീൻ പറയാ മടിയാണല്ലോ, കയ്യൊന്നുയർത്താ മടിയാണല്ലോ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ പറയുന്നതിന്റെ അർത്ഥം നിനക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പെണ്ണ്, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പൊന്നുപോലെ നോക്കുന്ന, നിന്നെ വേദനിപ്പിക്കാത്ത ഒരു ഭർത്താവിനെ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ദുആ ചെയ്തോ പൊന്നുമോളെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. എപ്പോ ദുആ ചെയ്താൽ പെണ്ണ് കെട്ടിയവരോടും കെട്ടാനിരിക്കുന്നവരോട്, പൊന്നുമോനെ, എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ദുആയാണ്, അല്ലാഹുവേ, ഒരു സാലിഹത്തായ ഭാര്യ എനിക്ക് തരണേ അല്ലാ. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം, പടച്ചവനെ, ഒരു സാലിഹത്തായ ഭാര്യയെ എനിക്ക് തരണേ അല്ലാ, ഒരു സാലിഹായ ഭർത്താവിനെ എനിക്ക് തരണേ അല്ലാ. എന്നിട്ട് രണ്ടാമതായി പറയുന്നത്, എന്റെ കണ്ണിന് കുളിർമയുള്ള, പടച്ചവനെ, എനിക്ക് ഉപയോഗപ്പെടുന്ന, എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന, എന്റെ മയ്യത്ത് നിസ്കരിക്കുന്ന, എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന, കണ്ണിന് കുളിർമയുള്ള സാലിഹായ മക്കളെ എനിക്ക് തരണേ അല്ലാ. എന്നിട്ട് മൂന്നാമതായി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, എന്റെ ഭാര്യ നന്നായി, എന്റെ മക്കളും നന്നായി, പടച്ചവനെ, ഇനി എന്നെ കൂടെ നീ നന്നാക്കി തരണേ അല്ലാ. ആഗ്രഹിക്കാത്തവരില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കുടുംബജീവിതത്തിന്റെ വില ആർക്കാ അറിയുന്നത്? വെള്ളിയാഴ്ച പള്ളികളിൽ പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസം 8 മണി 9 മണിയാകുമ്പോ അല്ലാഹുവേ, പള്ളിയുടെ ലെറ്റർ പേഡും പിടിച്ചുകൊണ്ട് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ അല്ലാഹുവേ രോഗികൾ പിരിവിനുമെന്ന് കിടക്കുമായിരുന്നു. ഇന്നെല്ലാം മാറിയല്ലോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ അല്ലാഹുവേ രാവിലെ മുതലേ വല്ലാത്ത തിരക്കാട്. പിരിവിന്റെ തിരക്കല്ല, തലാഖിന്റെ തിരക്കാട്. പടച്ചവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം തമ്മിലടിച്ചിട്ട് എനിക്ക് വേണ്ട ഇവള് എന്ന് പറഞ്ഞുകൊണ്ട്, എനിക്ക് തലാഖ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവരെ പള്ളിയുടെ മുന്നിൽ വന്ന് കെട്ടിക്കിടക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അതാ കുടുംബ കോടതികളിൽ എത്രയോ കേസുകളാണ്. നിസാര വിഷയങ്ങൾ പറഞ്ഞിട്ട് പരസ്പരം തമ്മിലടിച്ചിട്ട് അല്ലാഹുവേ, ഭാര്യക്ക് ഭർത്താവിനെക്കാളും വാസി, ഭർത്താവിന് ഭാര്യയെക്കാളും വാസി. ഇവർക്കൊരുമിക്കണമെന്ന് പറഞ്ഞ പെണ്ണിന്റെ വാപ്പയ്ക്ക് വല്ലാത്ത വാസിയാ, പയ്യന്റെ ഉമ്മയ്ക്ക് വല്ലാത്ത വാസിയാ. അല്ലാഹുവേ, 3 വയസ്സുള്ള 4 വയസ്സുള്ള കുഞ്ഞിനെ കുറിച്ച് ചർച്ചയില്ല, അവന്റെ ജീവിതത്തെ കുറിച്ച് ചർച്ചയില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടെന്നറിയുമോ? നിനക്ക് വിവാഹമെന്ന് പറയുന്ന പുണ്യമായ പ്രവൃത്തിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അർശുമായി ബന്ധിപ്പിക്കുന്ന, അതിന്റെ മഹത്വം നിനക്കറിയാനട്ടാ, അതിന്റെ പ്രതിഫലം നിനക്കറിയാനട്ടാ, അതിന്റെ വില നിനക്കറിയാനട്ടാ. ആവശ്യമില്ലാതെ തലാഖ് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പുണ്യമോരെ, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, വിവാഹമെന്ന പുണ്യപ്രവൃത്തി, അതിന്റെ മഹത്വം നിനക്കറിയുമോ ചെറുപ്പക്കാരാ? അതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പൊന്നുമോരെ, ഇന്ന് വാഴ കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാ. നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വീടിനകത്തിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ
അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു തരികയാ, അള്ളാന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്കൊന്നു നോക്കിയാ അള്ളാഹുവിന്റെ കരുണയിറങ്ങുകയാണ്, പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാണ്, ആ വീടിനകത്തേക്ക് പടച്ചവന്റെ കാരുണ്യം ഒഴുകി ഇറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എത്ര പ്രായമുള്ളവളാകട്ടെ, സൗന്ദര്യമില്ലാത്തവളാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് കയറി പിടിച്ചാ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുണ്ടല്ലോ, ആരും അറിയാതെ ഒളിച്ചും പാത്ത് നീ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ച് നിനക്കല്ലേ അറിയൂ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ അല്ലാഹുവേ നീ ചെയ്ത പാപമുണ്ടല്ലോ ആ വിരലുകൾക്കിടയിലൂടെ പടച്ചവന് പുറത്തു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന് മസ്ജിദ് നബവിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറയുന്നു, സഹാബത്ത്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവിള് വെള്ളമൊടിച്ചു കൊടുത്താ, ഒരു കവിള് വെള്ളമൊടിച്ചു കൊടുത്താ ആ മനുഷ്യന് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദ് നബവിക്കകത്തിരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിരക്കണക്കിന് സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സൗബാ റളിയല്ലാഹു തആല ഒരു ചെറുപ്പക്കാരനായ സഹാബിയാർ പള്ളിക്കകത്ത് നിന്നിറങ്ങി ഓടുകയാ, പള്ളിക്കകത്ത് നിന്നിറങ്ങി ഓടുകയാണ്. അല്ലാഹുവേ, വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ച് അല്ലാഹുവേ കിണറ്റിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് തന്റെ ഭാര്യയുടെ വായ്ക്കകത്തേക്ക് വെള്ളമൊഴിക്കുകയാ, തന്റെ ഭാര്യയുടെ വായ്ക്കകത്തേക്ക് മഹാനായ സൗബാ റളിയല്ലാഹു തആല വെള്ളമെടുത്ത് പിടിക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, എന്തേ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ, എന്നെ നിങ്ങൾ കൊല്ലാൻ പോവുകയാണോ? മഹാനായ സൗബാ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് കൈവച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, പെണ്ണ് അങ്ങനെ പറയല്ലേ പെണ്ണ്, അങ്ങനെ പറയല്ലേ പെണ്ണ്. ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവിള് വെള്ളമൊടിച്ചു കൊടുത്താ നാളെ പടച്ചവന്റെ സ്വർഗത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം കിട്ടുമെന്ന് പ്രവാചകന് പറഞ്ഞു എന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിക്കാ സമയമില്ലല്ലോ, എപ്പോഴും കുറ്റപ്പെടുത്തലും കുത്തുവാക്കും പരിഹാസവും അത് മാത്രമല്ലേ നിന്റെ ജീവിതത്തിലുള്ളൂ. പൊന്നുമോളെ, ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ആർക്കും വേണ്ടാതെ വീടിനകത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് ചെന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചാ അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, ഭർത്താവ് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് നീ ചിരിച്ചാ, പൊന്നുമോളെ, നിന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ മനസ്സുണ്ടോ പൊന്നുമോളെ? പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വീട്ടിൽ പോയി ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച് സന്തോഷത്തോടെ ഭർത്താവിന്റെ ചാരത്ത് കിടന്നുറങ്ങുകയാണ്. നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിച്ചിട്ട് അറങ്ങാടി പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, പള്ളിയിൽ വിളിച്ചു പറയുന്നു, നീ അങ്ങ് മരിച്ചുപോയെന്ന്, നീ അങ്ങ് മരിച്ചുപോയെന്ന്. നാളെ രാവിലെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ട് അല്ലാഹുവേ, നിന്റെ വീട്ടിലേക്ക് ആറങ്ങാടിയിലുള്ള പെണ്ണുങ്ങൾ അല്ലാഹുവേ നിന്റെ ജനാസ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. അല്ലാഹുവേ, വെള്ള തുണിയിൽ ഇങ്ങനെ പുതച്ചു കിടത്തിയിരിക്കുകയാ, വെള്ള തുണിയിൽ നിന്നെ ഇങ്ങനെ പുതച്ചു കിടത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പെണ്ണ്, പൊന്നുമോളെ, നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണിയുണ്ടല്ലോ അതങ്ങോട്ടുയർത്തുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയാട് പെണ്ണ്. നിന്റെ
നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്നവർ പറയും, കണ്ടോ അവൾ ഉറങ്ങുകയാ, അവളുടെ ചിരി കണ്ടോ, മരിച്ചാൽ ഇവളെപ്പോലെ മരിക്കണമെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോകണം പൊന്നുമോളെ. അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, അതാ പിണങ്ങിയിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ, പിന്നെ നിന്റെ ഭാഗത്തല്ല തെറ്റ്, ഭർത്താവിന്റെ ഭാഗത്താട് തെറ്റ്, എങ്കിലും താന്നു കൊടുക്കേണ്ടവൻ നീയാട്. അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട്, ഇക്കാ നിങ്ങളിനി എന്നോട് മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഉറങ്ങൂല, ഇനി നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണ്, നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് ലോകത്തിന്റെ നേതാവ് ത്വാഹാ റസൂലുള്ളാഹി.